ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇറാഖിലും സിറിയയിലുമുള്ള ഇറാൻ കേന്ദ്രങ്ങളിൽ തിരിച്ചടിച്ച അമേരിക്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് അമേരിക്കയുടെ നടപടി. ലക്ഷ്യം കാണും വരെ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. സിറിയയിലും ഇറാഖിലുമുള്ള 85 ഇറാൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ വ്യോമാക്രമണം. അമേരിക്കൻ പോർവിമാനമാണ് 30 മിനിറ്റ് നീണ്ട ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഡ്രോണുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിട്ടുള്ള ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം. വടക്കൻ ജോർദനിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് അമേരിക്കയുടെ നടപടി. ഞായറാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 40-ലേറെ സൈനികർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ബൈഡൻ ഭരണകൂടത്തിനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ കടുത്ത വിമർശനമുന്നയിച്ചിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.